കിഴവന്മാർക്ക് വേണ്ടി യുവാക്കളെ വെട്ടിനിരത്തി ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ്. വെട്ടിനിരത്തലിന് ചുക്കാൻ പിടിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ്. ഇടുക്കിയിൽ UDFനെ കാത്തിരിക്കുന്നത് വൻ തിരിച്ചടി. വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ UDF നാമാവിശേഷമാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതിന് കാരണമാകാൻ പോകുന്നത് UDFന്റെ രണ്ടാമത്തെ ഘടകകക്ഷിയായ ജോസഫ് വിഭാഗത്തിലെ അധികാര തർക്കവും വെട്ടിനിരത്തലും. കടൽ കിഴവന്മാരെ ഇറക്കി യുവജന നേതാക്കളെ വെട്ടിനിരത്താൻ കരുക്കൾ നീക്കുന്നത് ജോസഫ് ഗ്രൂപ്പ് ജില്ലാ പ്രസിഡന്റായ MJ ജേക്കബ് തന്നെയാണെന്നതാണ് ഏറെ രസകരം. ഇടുക്കിയിൽ UDFന് നഷ്ടമാകാൻ പോകുന്നത് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളും പഞ്ചായത്തിലെ ഉറച്ച സീറ്റുകളുമാണ്. ഇടുക്കി വാത്തുക്കുടി പഞ്ചായത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെ. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സ്ഥാനാർത്ഥിത്വത്തിനായി യുവജന നേതാക്കൾ അവകാശവാദത്തിനിറങ്ങാതിരിക്കാനാണ് ജോസഫ് ഗ്രൂപ്പിൽ കടും വെട്ട് നടത്തിയത്. പാർട്ടിയോടും മുന്നണിയോടും ഈ അതിക്രമം കാണിക്കുന്നത് മറ്റാരുമല്ല, ഇടുക്കി ജില്ലയിലെ ജോസഫ് ഗ്രൂപ്പ് അധ്യക്ഷനും മുതിർന്ന നേതാവുമായ MJ ജേക്കബ് തന്നെയാണെന്നുള്ളതാണ് കൗതുകകരം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും കോൺഗ്രസിനും ഒരുപോലെ ശക്തിയുള്ള പഞ്ചായത്ത് 10 വർഷം മുൻപ് ജോസഫ് വിഭാഗം ഒറ്റയ്ക്ക് ഭരിച്ചിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന്റെയും ജോസഫ് ഗ്രൂപ്പിന്റെയും സീറ്റ് നില തുല്യമാണ്. നിലവിൽ വാത്തുക്കുടി പഞ്ചായത്തിൽ ജനപ്രതിനിധികളായ പ്രവീൺ, ബിബിൻ എന്നീ നേതാക്കളെ ലക്ഷ്യമിട്ടാണ് MJ ജേക്കബിന്റെ അതിക്രമങ്ങൾ അത്രയും. ബ്ലോക്ക് സീറ്റ് ആവശ്യപ്പെട്ട ബിബിനെ ഒഴിവാക്കുവാൻ വേണ്ടി വാർദ്ധക്യ പെൻഷൻ കൈപ്പറ്റുന്ന ഉലഹന്നൻ എന്ന സ്ഥാനാർത്ഥിയുമായിട്ടാണ് MJ ജേക്കബ് രംഗത്തെത്തിയിരിക്കുന്നത്. തുടർച്ചയായി 3 തവണ പല വാർഡുകളിൽ നിന്ന് വ്യക്തിപ്രഭാവം കൊണ്ട് വിജയിച്ചു വരുന്ന പ്രവീണിന് ഇത്തവണ പഞ്ചായത്തിൽ സീറ്റ് അനുവദിക്കില്ല എന്ന വാശിയിൽ MJ ജേക്കബ് മറ്റൊരു സീനിയർ സിറ്റിസൺ സ്ഥാനാർത്ഥിയെയും രംഗത്ത് ഇറക്കിയിട്ടുണ്ട്. ചെറുപ്പക്കാരായ ഈ 2 നേതാക്കളെയും വെട്ടിനിരത്തിയതോടെ വാത്തുക്കുടി പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥി ഷൈനിയുടെ പരാജയം ഏറെക്കുറെ ഉറപ്പിക്കാനായി എന്ന ആശ്വാസത്തിലാണ് പാർട്ടിയുടെ സ്വന്തം ജില്ലാ പ്രസിഡന്റ്. MJ ജേക്കബ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ റോഷി അഗസ്റ്റിനെതിരെ ഇടുക്കി സീറ്റിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന നേതാവാണ്. തന്റെ അവകാശവാദത്തിനു വേണ്ടി കൂടെ നിൽക്കുന്നവർക്ക് സീറ്റ് മേടിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ ജില്ലാ പ്രസിഡന്റ് നീങ്ങുമ്പോൾ ആത്യന്തികമായി സ്വന്തം ശക്തി കേന്ദ്രങ്ങളിൽ പാർട്ടിയുടെ പരാജയം കൂടിയാണ് ഇദ്ദേഹം ഉറപ്പിക്കുന്നത്. എല്ലാ പാർട്ടികളും യുവ നേതാക്കൾക്ക് അവസരം നൽകുമ്പോൾ ഇടുക്കി ജില്ലയിലെ ജോസഫ് ഗ്രൂപ്പിൽ യുവ നേതാക്കളോട് ചിറ്റമ്മ നയമാണ് പുലർത്തുന്നത് എന്ന ആക്ഷേപം ജനങ്ങൾക്കിടയിൽ തന്നെ ഇപ്പോൾ സജീവമായി ചർച്ചയായി മാറിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലെ സിറ്റിംഗ് വനിതാ അംഗത്തിന് കാമാക്ഷി പഞ്ചായത്തിൽ ജില്ലാ പ്രസിഡന്റ് സീറ്റ് നിഷേധിച്ചതോടെ അവർ മാണി ഗ്രൂപ്പിലേക്ക് ചുവടുമാറി അവിടെ സ്ഥാനാർത്ഥിയായതും UDFന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും തനിക്ക് പ്രശ്നമല്ല എന്ന മട്ടിൽ നിർണായക തിരഞ്ഞെടുപ്പിൽ മുന്നണിയെയും പാർട്ടിയെയും പരാജയപ്പെടുത്തുക എന്ന വാശിയിൽ തന്നെയാണ് ജില്ലാ പ്രസിഡന്റ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്ന വിമർശനമാണ് പാർട്ടിയിലെ ചെറുപ്പക്കാർ ഉന്നയിക്കുന്നത്. PJ ജോസഫിന് ശേഷം അപ്പു ജോൺ ജോസഫിലേക്ക് പാർട്ടി പരമാധികാരം മാറാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കെ പാർട്ടിയുടെ തട്ടകമായി ഇടുക്കി ജില്ലയിൽ നടക്കുന്ന തമ്മിലടിയും കുതികാൽ വെട്ടും പാർട്ടിയുടെ തന്നെ അന്ത്യം കുറിക്കുമെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ.